ഇന്ത്യ ഇന്നലെ വേൾഡ് കപ്പ് സ്വന്തമാക്കിയപ്പോൾ ക്രിക്കറ്റ് ലോകം മൊത്തം ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. കാരണം തോറ്റ മത്സരമാണ് ഇന്ത്യ അവസാനം കളി ജയിച്ചത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് സൗത്ത് ആഫ്രിക്കയുടെ മുൻ താരം ഡിവിലിയേഴ്സ് വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഡിവിലിയേഴ്സ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്ക ജയിക്കേണ്ട മത്സരമായിരുന്നു. അവസാനം ഇന്ത്യ കളി തട്ടിയെടുത്തു. സൂര്യകുമാറിന്റെ ആ ക്യാച്ചാണ് കളിയിലെ വഴിത്തിരിവായത്. ഇന്ത്യയുടെ വിജയം കണ്ട് ABD പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ടീം എങ്ങനെയാണ് കളി ജയിച്ചത്? എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സൗത്ത് ആഫ്രിക്ക ജയിച്ചെന്ന് ഞാൻ കരുതി. ഇവിടെ ഞങ്ങൾ വിജയാഘോഷം വരെ നടത്തി. പക്ഷേ കളി തോറ്റത് എനിക്ക് ശരിക്കും ഒരു ഷോക്കായിരുന്നു. സൂര്യകുമാറിന്റെ ആ ക്യാച്ച് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. എങ്ങനെയാണ് സൂര്യക്ക് ആ ക്യാച്ച് എടുക്കാൻ സാധിച്ചത്? ബൗണ്ടറി ലൈനിൽ ഇന്ത്യൻ ടീം എന്തോ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ICC ഇത് അന്വേഷിക്കണം. സൂര്യയുടേത് അത് ക്യാച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂര്യയുടെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആകാൻ സാധ്യതയുണ്ട്. അമ്പയർമാർ പല ആംഗിളിലുള്ള ക്യാമറകൾ പരിശോധിക്കണം. എന്നാൽ അവർ അത് ചെയ്തില്ല. സൗത്ത് ആഫ്രിക്കൻ ടീമിനെ മനഃപൂർവ്വം തോൽപ്പിക്കാനാണ് അമ്പയർ ശ്രമിച്ചത്. ഇന്ത്യ കപ്പ് നേടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ABD വ്യക്തമാക്കി. സൂര്യയുടെ ആ ക്യാച്ച് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. സൂര്യയുടെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത് വിരോധികൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇന്ത്യൻ ടീമിന് അറിയാം സൂര്യ മികച്ച രീതിയിലാണ് ആ ക്യാച്ച് എടുത്തത്. പക്ഷേ ആ ക്യാച്ച് ഔട്ടല്ലെന്നാണ് പുറമേയുള്ള ആരാധകർ വാദിക്കുന്നത്. അതിന് കാരണം ഇന്ത്യ കപ്പ് നേടിയത് അവർക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ശത്രുക്കളാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. എന്തായാലും ഇന്ത്യ വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ്. ഇതിലും വലിയ നിമിഷം ഇനി ഇന്ത്യക്ക് കിട്ടാനില്ല. പക്ഷേ രോഹിത് ശർമ്മയും കോഹ്ലിയും വിരമിച്ചത് ആരാധകരിൽ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി T20യിൽ യുവതാരങ്ങളായിരിക്കും കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.